ഇന്നൊരു നാറിയ കഥയുടെ പുറകെയുള്ള സഞ്ചാരമാണ്. ഓർമ്മയുടെ പഴന്തുണിക്കെട്ടഴിച്ച് ഈയുള്ളവൾക്ക് മണപ്പിച്ചു നോക്കാൻ ഒരു അവസരം ഒരുക്കിയത് നമ്മുടെ പിതാശ്രീ തന്നെയാണ്. കെട്ടിച്ചുവിട്ട പെമ്പിള്ളേര് പാർക്കാൻ കുടുംബത്ത് വരുമ്പോ കൊടുക്കാൻ പറ്റിയ പണി. നമുക്ക് കഥയിലേക്ക് കിടക്കാം. തൊടിയിലെ റബ്ബർ മരങ്ങൾക്ക് കുമ്പച്ചൂടിന്റെ ക്ലിഷ്ടമായ രീതിയോട് ചെറുത്തു നിൽക്കാനാവാതെ വരുമ്പോൾ തൊഴിലാളികളായ നമ്മൾ റബ്ബർ മരങ്ങളെ കുറച്ചു നാളത്തേക്ക് വിശ്രമിക്കാൻ അനുവദിക്കുന്ന ഒരാചാരമുണ്ട്. വേനലാവുമ്പോ സ്വാഭാവികമായും ചൂടുകൂടും, പാല് കുറയും, വെട്ടുനിർത്തും. ഇതാണ് ഇപ്പറഞ്ഞതിന്റെ പാൽ ചുരുക്കം. ഈ സമയം ഓരോ റബ്ബറിന്റെ ചോട്ടിൽ നിന്നും ശേഷിക്കുന്ന ചിരട്ടകൾ എടുത്ത് ചാക്കി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരണം. ദിനം പ്രതി പൊഴിക്കുന്ന റബ്ബർ പാലിന്റെ അവസാന തുള്ളി വരെ നെഞ്ചും വിരിച്ച് സ്വീകരിക്കുന്ന ചിരട്ടയ്ക്കകത്തുള്ളതും നമ്മൾ ചുരണ്ടിയെടുത്തതിന്റെയും തിരിശേഷിപ്പുകളെ കുത്തിപ്പറിച്ചെടുക്കുന്ന പരമ്പരാഗത പണി തുടങ്ങുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ചില ചിരട്ടകൾക്കുള്ളിൽ കാര്യമായിട്ട് ഒരു കിടുതാപ്പും ഇല്ലെങ്കിലും പറഞ്ഞു വരാൻ ശിപാടാണ്. അങ്ങനെയുള്ളവരുടെ അടുത്ത് അഹിംസയുടെ ബാലപാഠം ഉരുവിട്ടത് കൊണ്ടൊന്നും നടക്കാൻ പോണില്ല. അതുകൊണ്ട് ഇത്തരം ആയുധങ്ങൾ കൊണ്ടുള്ള പ്രയോഗം നടത്തേണ്ടതുണ്ട്. എന്നിട്ടും കീഴടങ്ങാത്തവരെ വട്ടത്തൊട്ടിയിൽ വെള്ളം നിറച്ച് 2 ദിനം വെള്ളത്തിൽ മുക്കിയിടുന്ന മറ്റൊരു ഏർപ്പാടുണ്ട്. അങ്ങനെ വെള്ളത്തിൽ കുതിർന്നു കിടക്കുന്ന ചിരട്ടകളിൽ നിന്ന് വലിഞ്ഞിരിക്കുന്ന ഒട്ടുപാൽ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോ ഏതേലും ദിശയെന്ന് ഒരു മന്ദമാരുതൻ അറിയാതെ ഒന്ന് വീശിയാൽ തീർന്ന്. ഈ പണി എന്നെ ഏൽപ്പിച്ച പിതാശ്രീ പോലും മൂക്ക് പൊത്തി തോറ്റുപോകുമാറ് വെടക്ക് നാറ്റം. ഭൂമിയിലെ ഒരു വാസന ലേപത്തിനും അത്ര എളുപ്പത്തിൽ പിടിതരാത്ത ഒരേ ഒരു ദുർഗന്ധം. കഥ പറയുന്നതിന്റെ ഇടയിൽ കൂടെ പണി മുന്നോട്ടും പകൽമണി പടിഞ്ഞാട്ടും പാഞ്ഞു. ചിരട്ടയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാവാം ഇതിന്റെ പേര് ഒട്ടുപാൽ എന്നായത്. ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് ശേഷം വീണ്ടും വാരി ചാക്കിൽ കെട്ടി അടുത്തുള്ള RPS കൊണ്ടുപോയി കൊടുത്ത് 4 നാണയം കയ്യിൽ കിട്ടുമ്പോ അതുവരെ ഉണ്ടായ നാറ്റമൊക്കെ എങ്ങോ പോയി മറയും. ഞാൻ ഓർക്കുകയായിരുന്നേ, എന്റെ ചെറുപ്പത്തിൽ പള്ളിക്കൂടം തുറക്കുമ്പോ എനിക്ക് കിട്ടുന്ന പുതിയ ഉടുപ്പും കൊടയും വടിയും ചെരുപ്പും പുസ്തകവും ഒക്കെ ഈ നാറ്റത്തിന്റെ ഭാഗങ്ങളായിരുന്നു. അതിവിടെ പറയാൻ കാര്യം എന്ന നിങ്ങളുടെ ഉൾമനസ്സിലെ ചോദ്യം മാനിക്കുന്നു. ഞാൻ പഠിച്ചില്ലെങ്കിലും പിതാശ്രീ നമ്മെ പഠിപ്പിക്കാൻ അയച്ചിരുന്നു എന്ന് ആന്തരാർത്ഥം. അപ്പോ ഇന്നത്തെ ഈ നാറിയ ദൃശ്യങ്ങൾ കേരളത്തിലെ എല്ലാ റബ്ബർ കർഷകർക്കുമായി സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. നാറ്റം വമിക്കുന്ന ഒട്ടിപ്പിടിച്ച ഒട്ടുപാലിനൊപ്പം ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ.